നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലി ഇവരാണ് കേരളം ഭരിക്കുന്നത്. 2012 SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ പ്രസ്താവന കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. വലിയ ഒരു പ്രതിസന്ധിയാണ് ഇത് UDF-ന് അന്നുണ്ടാക്കിയത്. PK കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും KM മാണിയും കൂടിയാണ് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. അവരുടെ കയ്യിലാണ് ഭരണം. ഭൂരിപക്ഷ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് ഈ ഭരണത്തിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല. പിന്നോക്ക വിഭാഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. 2011 ശേഷം കേരളത്തിൽ CPM-നും ഇടതുമുന്നണിക്കും വേര് പിടിക്കാൻ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന ചെറുതായിട്ടൊന്നുമല്ല സഹായിച്ചത്. 3 കൂകളാണ് കേരളം ഭരിക്കുന്നത്. കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കേരള രാഷ്ട്രീയം രണ്ടായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതേ പ്രസ്താവന വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുതന്നെയായിരിക്കും CPM-ൻ്റെയും LDF-ൻ്റെയും പ്രചരണ തന്ത്രം. 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ പഴയതുപോലെ കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞ് സഖ്യങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. എന്ന് വച്ചാൽ മുസ്ലിം ലീഗും ക്രൈസ്തവ വിഭാഗങ്ങളും കൂടി കേരളത്തെ ഭരിക്കും. മറ്റ് ജനവിഭാഗങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല. അവർ അവഗണിക്കപ്പെടും, സൈഡ് ലൈൻ ചെയ്യപ്പെടും. ഈ ഒരു രാഷ്ട്രീയമായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ പ്രമുഖ രാഷ്ട്രീയ തന്ത്രമായി മാറാൻ പോകുന്നത്. അതിൻ്റെ ലാഞ്ചന, അതിൻ്റെ സൂചനയാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലൂടെ കഴിഞ്ഞ ദിവസം കണ്ടതെന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. കാരണം ഇനി CPM-ന് LDF-ന് തിരിച്ച് ഭരണത്തിലെത്തണമെങ്കിൽ പഴയതുപോലെ 1987 EMS ചെയ്ത പോലെ ഹൈന്ദവ വികാരം പൊടിതട്ടിയെടുക്കണം. ഹൈന്ദവ വികാരം പൊടിതട്ടിയെടുത്താൽ മാത്രമേ 2026 തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും 3ാം തവണയും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. 87 ശരീഅത്ത് നിയമത്തെക്കുറിച്ചുള്ള EMS-ൻ്റെ വിയോജിപ്പും എതിർപ്പും തുറന്നു പറഞ്ഞതിനെ തുടർന്ന് കേരളത്തിൽ വലിയ ചലനങ്ങൾ അതുണ്ടാക്കിയിരുന്നു. CPM മുസ്ലിങ്ങൾക്കെതിരാണെന്ന് ആദ്യമായി വാദിക്കപ്പെട്ടത് 87 ശരീഅത്ത് നിയമത്തിനെതിരെ EMS രംഗത്ത് വന്നപ്പോഴാണ്. അത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ, ഹിന്ദു മതവിഭാഗത്തിൽ ഒരു കൺസോളിഡേഷൻ കേരളത്തിലുണ്ടാക്കി. BJP-ക്കും CPM-നും ഒരുപോലെ ഗുണം ചെയ്ത ഒരു കൺസോളിഡേഷൻ, ഒരു ഏകത അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയായിരുന്നു അത്. അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൂടെ CPM എടുക്കുന്നത്. 3 കൂകളായിരിക്കും 2026 ഭരണം കിട്ടിയാൽ UDF-നെ നയിക്കാൻ പോകുന്നത്. അത് മുസ്ലിം ലീഗ്, പിന്നെ ക്രൈസ്തവ സംഘടനകൾ, ബിഷപ്പുമാർ, ഇവരൊക്കെ ആയിരിക്കും. മറ്റ് ജനവിഭാഗങ്ങൾ അധോഗതിയായി മൂലക്കിരിക്കേണ്ടി വരും. ഈ ഒരു തന്ത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രചരണം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ CPM-ൻ്റെ തീരുമാനമെന്നറിയുന്നു. കാരണം 87 EMS എടുത്ത അതേ തന്ത്രം തന്നെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിലുണ്ടാകും. 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് ജയിക്കാൻ മറ്റ് തന്ത്രങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് വലിയ തോതിലുള്ള ജനവികാരം LDF-നും CPM-നും എതിരാണെന്ന് പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞു. പിണറായി വിജയൻ തന്നെ അത് വളരെ ശക്തിയായി പലപ്പോഴും പല പാർട്ടി യോഗങ്ങളും പറയുന്നുണ്ട്. കാരണം ഇവിടെ ജനവികാരം സർക്കാരിനെതിരായി തുടങ്ങി, അതിനെ പരിഹരിക്കാനുള്ള, അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നൊക്കെ പലതവണ പിണറായി വിജയൻ പാർട്ടി നേതാക്കളുമായുള്ള സംഭാഷണത്തിൽ പറയുന്നുമുണ്ട്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ധ്രുവീകരണം മുൻനിർത്തിക്കൊണ്ട് 87 ഹിന്ദുക്കളെ മുഴുവൻ CPM-നൊപ്പവും ബാക്കിയുള്ളവർ BJP-യുടെ കൂടെ, അവസാനം മുസ്ലിം വിഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും മാത്രം UDF-നൊപ്പം എന്ന് വരുമ്പോൾ അത് UDF-ന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് LDF-ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ 3 കൂ പ്രയോഗത്തെ വേറൊരു തരത്തിൽ പൊടിതട്ടിയെടുത്ത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ CPM ആഗ്രഹിക്കുന്നത്. ഈ ക്രൈസ്തവ മുസ്ലിം ആധിപത്യത്തിനെതിരെ CPM എന്നുള്ള രീതിയിലുള്ളൊരു നരേഷൻ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൂടെ പിണറായി വിജയൻ നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്.